2026 SSLC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും മാത്ത് ഹബിലേക്ക് സ്വാഗതം. നമ്മൾ 2022 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്തു നോക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ ഈ വർഷം റിപ്പീറ്റ് ചെയ്യുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ക്ലാസ് തന്നെ ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിൽ 2 പാർട്ട് കംപ്ലീറ്റ് ആക്കി 2022 ക്വസ്റ്റ്യൻ പേപ്പറിലെ 2 പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്ത 3ാമത്തെ പാർട്ടാണ് ചെയ്യുന്നത്. അതിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സർക്കം റേഡിയസ് 3 cm ആൻഡ് 2 ഓഫ് ഇറ്റ്സ് ആംഗിൾസ് 50 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി. അപ്പോൾ ഒരു ട്രയാങ്കിൾ 50 ഡിഗ്രി 60 ഡിഗ്രി ആംഗിളുള്ള ഒരു ട്രയാങ്കിളിന് ഒരു സർക്കം റേഡിയസ് 3 cm ആയിട്ടുള്ള ഒരു സർക്കിൾ വരയ്ക്കണം എന്നാണ് ക്വസ്റ്റ്യനിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് വരയ്ക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം 3 cm റേഡിയസിൽ ഒരു സർക്കിൾ ആദ്യം വരയ്ക്കുക. അതിനുശേഷം ഇവിടെ തന്നിരിക്കുന്ന ആംഗിൾ സെൻട്രൽ ആംഗിൾ മാർക്ക് ചെയ്യുക. ഇവിടെ ആംഗിൾ 50 ഡിഗ്രി ആണെങ്കിൽ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും? 100 ഡിഗ്രി ആയിരിക്കും. ഇവിടെ 60 ആണെങ്കിൽ 120 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 3ാമത്തെ ആംഗിൾ എന്താണ്? 70 ഡിഗ്രിയാണ്. അതായത് ഒരു ട്രയാങ്കിളിലെ 3 ആംഗിളും കൂടെ കൂട്ടുമ്പോൾ 180 ഇടണം. അപ്പോൾ ഇത് 70 ആയതുകൊണ്ട് സെൻട്രൽ ആംഗിൾ എന്താണ്? 140 ആണ്. അതിനുശേഷം നമ്മൾ പ്രൊട്രാക്ടർ ഇവിടെ വെച്ച് 100 ഡിഗ്രി, ഇനി ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് വേണ്ടത് സെൻട്രൽ ആംഗിൾസ് ആണ്. ആദ്യം 100 ഡിഗ്രി വരയ്ക്കുക, 100 ഡിഗ്രി, എന്നിട്ട് ഇവിടെ 100 ഡിഗ്രി മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഇങ്ങനെ പ്രൊട്രാക്ടർ വെച്ചതിന് ശേഷം എത്ര ഡിഗ്രി? 120 ഡിഗ്രി മാർക്ക് ചെയ്യുക, 120 ഡിഗ്രി. അപ്പോൾ 3ാമത്തെ ആംഗിൾ നമ്മൾ വരയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. സ്വാഭാവികമായിട്ട് ഇതെന്തായിരിക്കും? 140 ഡിഗ്രി ആയിരിക്കും. അതിനുശേഷം ഇതിൻ്റെ 3 വെർട്ടെക്സ് ഇല്ലേ, അത് തമ്മിൽ കൂട്ടി ജോയിൻ ചെയ്താൽ മതി. ഇങ്ങനെയാണ് ഈ ഒരു ഫിഗർ നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും? ഇവിടെ 50 ആയിരിക്കും. ഇത് 120 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും? 60 ആയിരിക്കും. ഇത് 140 ആയതുകൊണ്ട് ഇവിടെ എത്ര ആയിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ട്രയാങ്കിൾ ABC ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. A strip of width 4 cm is attached to one side of a square to form a rectangle. 4 cm വിഡ്ത്തുള്ള ഒരു സ്ട്രിപ്പ് ഈ ഒരു സ്ക്വയറിലോട്ട് അറ്റാച്ച് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇനി അടുത്ത്, ദ ഏരിയ ഓഫ് ദി ന്യൂ റെക്റ്റാങ്കിൾ ഈസ് 77 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന പുതിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 77 സെൻറ്റിമീറ്റേഴ്സാണ്, സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സാണ്. ഇനി സബ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് വി ടേക്ക് ദ വിഡ്ത്ത് ഓഫ് ദി ന്യൂ റെക്റ്റാങ്കിൾ ആസ് എക്സ്, വാട്ട് വിൽ ബി ഇറ്റ്സ് ലെങ്ത്? അപ്പോൾ വിഡ്ത്ത് നമ്മൾ എക്സ് എന്നെടുത്താൽ ലെങ്ത് എന്താണ്? ഈ പുതിയ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എന്താണ്? അടുത്ത ഓപ്ഷൻ ബി എന്താണ്? ഫൈൻഡ് ദ മെഷർ ഓഫ് ദി സൈഡ് ഓഫ് ദി സ്ക്വയർ ബൈ കൺസ്ട്രക്റ്റിംഗ് ആൻ ഇക്വേഷൻ. ഇത് പോളിനോമിയൽ ഭാഗത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. നമുക്കെങ്ങനെ ചെയ്യാം? ഇവിടെ എക്സ് ആണ്, ഇവിടെ എക്സ് ആയതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും? ഇവിടെയും എക്സ് ആയിരിക്കും. ഇവിടെ ഇതൊരു സ്ക്വയർ ആയതുകൊണ്ട് ഒരു സമചതുരം ആയതുകൊണ്ട് ഇത് എക്സ് ആണ്, ഇത് എക്സ് ആണ്, ഇത് എക്സ് ആണ്. അപ്പോൾ പുതിയതിൻ്റെ ലെങ്ത് ഇതല്ലേ, എ ബി നമ്മളെടുത്ത ഇതല്ലേ ലെങ്ത്. അപ്പോൾ ലെങ്ത് ഓഫ് ന്യൂ റെക്റ്റാങ്കിൾ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? എക്സ് പ്ലസ് 4 ആയിരിക്കും. അതായത് എ ബി എന്താണ്? ഈ എക്സിനോട് ഈ 4 കൂട്ടുന്നതല്ലേ. അപ്പോൾ എക്സ് പ്ലസ് 4 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ 1ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തെന്താണ്? ഫൈൻഡ് ദ മെഷർ ഓഫ് ദി സൈഡ് ഓഫ് ദി സ്ക്വയർ ബൈ കൺസ്ട്രക്റ്റിംഗ് ആൻ ഇക്വേഷൻ. നമ്മുടെ ന്യൂ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്താണ്? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ
ഏരിയ എന്താണ് 77 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇതിൻ്റെ ലെങ്ത് എത്രയാണ്? ലെങ്ത് x+4 ബ്രെഡ്ത്ത് എന്താണ്? ഇത് ലെങ്താണ് അല്ലേ, ലെങ്താണ്. ബ്രെഡ്ത്ത് എന്താണ്? എക്സ് ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്താണ്. അതായത് x+4 ഇൻറ്റു എന്താണ്? എക്സ്. തിരിച്ചു പറഞ്ഞാലും കുഴപ്പമില്ല. ഇതാണ് നമുക്ക് എത്ര കിട്ടിയത്? 77. ഇതിനൊരു ഇക്വേഷനായിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യുകയാണെങ്കിൽ എക്സ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് ഇൻറ്റു എക്സ് എന്താണ്? എക്സ് സ്ക്വയറാണ്. പ്ലസ് 4 ഇൻറ്റു എക്സ് 4x ആണ്. ഈസ് ഈക്വൽ ടു 77 ആണ്. ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു ഇക്വേഷൻ, നമ്മളൊരു പോളിനോമിയൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ആൻസറിലോട്ട് എടുക്കുന്നത്? ഇവിടെ നമ്മൾ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണോ നോക്കുക. ഇവിടെ 1 ആണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് നോക്കുക. ഇവിടെ 4 ആണ്. അപ്പോൾ 4ൻ്റെ ഹാഫ് എത്രയാണ്? 2 ആണ്. അതിൻ്റെ സ്ക്വയർ ഇവിടെ കൂട്ടുക. ഈ 4ൻ്റെ പകുതി എത്രയാണ്? 2 ആണ്. ആ 2ൻ്റെ സ്ക്വയർ ഇവിടെ കൂട്ടുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക? എക്സ് സ്ക്വയറിൽ നിന്ന് എക്സ് എടുക്കുക. ലാസ്റ്റ് 2 സ്ക്വയറിൽ നിന്ന് 2 എടുക്കുക. 4xൻ്റെ ഫ്രണ്ടിൽ നിന്ന് പ്ലസ് അവിടുത്തെ ചിഹ്നം എടുക്കുക. ഇത്രയും ചെയ്താൽ മതി. ദ ഹോൾ സ്ക്വയർ അങ്ങ് ഇട്ട് കൊടുക്കുക. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 2 സ്ക്വയർ എന്ന് പറയുന്നത് x+2 ദ ഹോൾ സ്ക്വയർ ആണ്. കിട്ടിയില്ലേ? അപ്പോൾ എക്സ് സ്ക്വയറിൽ നിന്ന് എക്സ്, 2 സ്ക്വയറിൽ നിന്ന് 2, അടുത്ത 4xൻ്റെ ഫ്രണ്ടിൽ നിന്ന് പ്ലസ് അവിടുത്തെ ചിഹ്നമാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടും? 77 പ്ലസ് എന്താണ്? 2 സ്ക്വയർ 4 എത്ര കിട്ടും? 81 എന്ന് കിട്ടും. അപ്പോൾ 81. ഇനി എന്താണ്? സ്ക്വയർ അപ്പുറം പോകുമ്പോൾ എന്താവും? റൂട്ടായിട്ട് മാറും. അതായത് x+2 ഈസ് ഈക്വൽ ടു √81. എന്ത് കിട്ടും? 9 എന്ന് കിട്ടും. അതായത് x+2 ഈസ് ഈക്വൽ ടു 9. അപ്പോൾ എക്സ് എന്തായിരിക്കും? 9 - 2 എത്ര കിട്ടും? 7 എന്ന് കിട്ടും. 7 എന്ന് കിട്ടും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? 7. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ബ്രെഡ്ത്ത് എക്സ് ആണ്. അതുകൊണ്ട് സ്ക്വയറിൻ്റെ ബ്രെഡ്ത്തും എക്സ് ആണ്. അതുകൊണ്ട് എല്ലാ സൈഡും എക്സ് ആണ്. അപ്പോൾ ലെങ്ത് എന്ത് കിട്ടും? x+4. ബ്രെഡ്ത്ത് എന്ത് കിട്ടും? എക്സ് എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ന്യൂ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 77 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ന്യൂ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എങ്ങനെയാണ്? ലെങ്തിൻ്റെ ബ്രെഡ്ത്താണ്. ലെങ്ത് x+4 ആണ്. ബ്രെഡ്ത്ത് എക്സ് ആണ്. അപ്പോൾ ലെങ്തിൻ്റെ ബ്രെഡ്ത്ത് x+4 ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 77 എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത എക്സ് അകത്തോട്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു 4x എന്ന് കിട്ടും. പിന്നെ എന്താണ്? നമ്മൾ ഒരു പോളിനോമിയൽ നമ്മളൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അത് പ്രകാരം അതായത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റെ പകുതി എടുത്ത് അതിൻ്റെ സ്ക്വയർ എടുത്ത് അപ്പുറവും ഇപ്പുറവും കൂട്ടുക. എന്നിട്ട് എക്സ് സ്ക്വയറിൽ നിന്ന് എക്സ് എടുക്കുക, 2 സ്ക്വയറിൽ നിന്ന് 2 എടുക്കുക, 4xൻ്റെ ഫ്രണ്ടിൽ നിന്ന് പ്ലസ് എടുക്കുക, ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ അപ്പുറം കൂടെ കൂട്ടുമ്പോൾ 81. അപ്പോൾ x+2 ഈസ് ഈക്വൽ ടു √81 ഈസ് ഈക്വൽ ടു 9 ആണ്. അതായത് x+2 ഈസ് ഈക്വൽ ടു 9 ആണ്. എക്സ് ഈസ് ഈക്വൽ ടു 9 - 2 7 ആണ്. അപ്പോൾ നമ്മൾ ഇത് എത്ര മാർക്ക്? 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. അടുത്തെന്താണ്? ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.5 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് മാർക്ക് എ പോയിൻ്റ് 6 സെൻറ്റിമീറ്റേഴ്സ് എവേ ഫ്രം ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ. ഡ്രോ എ ടാൻജൻറ്റ് ടു ദി സർക്കിൾ ഫ്രം ദിസ് പോയിൻറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് 2.5 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളാണ് ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് വരച്ചു. അതിനുശേഷം സെൻറ്റർ മാർക്ക് ചെയ്തു. സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ 2.5 ആണ്. ഇത് സെൻറ്ററാണ്. ഇനി സെൻറ്ററിൽ സ്കെയിൽ വയ്ക്കണം. ഇവിടെ സ്കെയിൽ വെച്ച് 6.5 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ വരയ്ക്കുക.
അപ്പോൾ ഇതാണ് നമ്മുടെ പോയിൻ്റ്. ഈ പോയിൻ്റിൽ നിന്നാണ് നമ്മൾ ടാൻജൻറ്റ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഇത് എ എന്നും ഇത് പി എന്നും എടുത്താൽ ഇതിൻ്റെ പകുതിയിൽ കൂടുതൽ വെച്ച് ഇവിടെ ഒരു ആർക്ക്, ഇവിടെ പോയിൻ്റ് വെച്ചിട്ട് ഇവിടെ ആർക്ക്. അപ്പോൾ 2 പോയിൻ്റ് കണക്ട് ചെയ്ത് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഇടും. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് വെച്ചിട്ട് നമ്മളൊരു ലാർജ് സർക്കിൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിൻ്റ് കിട്ടും, ഇവിടെ ഇത് രണ്ടും കൂടെ ക്രോസ് ചെയ്യുന്ന ഒരു പോയിൻ്റ് കിട്ടും. ആ പോയിൻ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, പി എന്ന് പറയുന്ന പോയിൻ്റിൽ നിന്ന് ലൈൻ വരയ്ക്കുക. അതുപോലെ ഇവിടെ നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു സർക്കിളിൻ്റെ വെളിയിലെ പോയിൻ്റിൽ നിന്നാണെങ്കിൽ 2 ടാൻജൻറ്റ് കിട്ടും. സർക്കിളിലാണ് എങ്കിൽ ഒറ്റ ടാൻജൻറ്റ് കിട്ടും. സർക്കിളിൻ്റെ ഉള്ളിലാണെങ്കിൽ ടാൻജൻറ്റേ കിട്ടത്തില്ല, ടാൻജൻറ്റ് വരയ്ക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 23 ഒരു പാരലലോഗ്രാം തന്നിട്ടുണ്ട്, അതിൻ്റെ കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദി വെർട്ടെക്സ് സി എന്ന് പറയുന്ന വെർട്ടെക്സിലെ കോർഡിനേറ്റ് കണ്ടെത്തണം. അടുത്ത് രണ്ടാമത്തെ എന്താണ്? ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദി മിഡ് പോയിൻ്റ് ഓഫ് ദി ഡയഗണൽ എ സിയുടെ മിഡ് പോയിൻ്റ് കാണണം. നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ ഏതൊക്കെയാണ്? ഇവിടെ നോക്കുക, ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദി വെർട്ടെക്സ് സി ആണ്. അപ്പോൾ സി കാണണം. നമ്മൾ ഇതൊരു പാരലലോഗ്രാം ആയതുകൊണ്ട് എയുടെ എക്സ് കോർഡിനേറ്റ് 2 ആണ്, ഡിയുടെ എക്സ് കോർഡിനേറ്റ് 4 ആണ്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എത്രയാണ്? 2 ആണ്. അപ്പോൾ ഇവിടെ 8ൽ നിന്ന് നമ്മൾ കൂട്ടേണ്ട സംഖ്യ 2 ആണ്. അപ്പോൾ 8 + 2 10. സിയുടെ കോർഡിനേറ്റ് 10 ആണ്. അടുത്ത് എയുടെ വൈ കോർഡിനേറ്റ് നോക്കുക. എയുടെ വൈ കോർഡിനേറ്റ് 2 ആണ്, ഡിയുടെ വൈ കോർഡിനേറ്റ് 6 ആണ്. അപ്പോൾ 2ൽ നിന്ന് 6-ലെത്താൻ വേണ്ടി നമ്മൾ കൂട്ടിയ സംഖ്യ എത്ര? 4 ആണ്. അപ്പോൾ ഇവിടുത്തെ 4ൻ്റെ കൂടെ 4 കൂട്ടുക, 8 ആണ്. അപ്പോൾ നമുക്ക് സിയുടെ കോർഡിനേറ്റ് കിട്ടി. അടുത്ത ബി എന്താണ്? ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദി മിഡ് പോയിൻ്റ് ഓഫ് ദി ഡയഗണൽ എ സി എന്ന് പറയുന്ന ഡയഗണലിൻ്റെ മിഡ് പോയിൻ്റ് ആണ് കാണേണ്ടത്. എന്താണ് മിഡ് പോയിൻ്റിൻ്റെ ഇക്വേഷൻ? മിഡ് പോയിൻ്റ് എന്താണ് ഇക്വേഷൻ? x1 + x2/2 y1 + y2/2. ഇതല്ലേ? ഇവിടുത്തെ x1 ഇതാണ്, y1 ഇതാണ്, x2 ഇതാണ്, y2 ഇതാണ്. അപ്പോൾ x1 + y2 2 + 10. 2 + 10 എത്രയാണ്? 12/2. അടുത്ത് 2 + 8 10/2. എത്ര കിട്ടും? 6, 5. നമ്മുടെ മിഡ് പോയിൻ്റ് പി എന്ന് എടുത്താൽ 6, 5. അപ്പോൾ മിഡ് പോയിൻ്റ് ഓഫ് ദി ഡയഗണൽ എ സി. അപ്പോൾ മിഡ് പോയിൻ്റ് ഓഫ് എ സി ഈസ് ഈക്വൽ ടു 6, 5. അപ്പോൾ നമ്മുടെ തേർഡ് പാർട്ടും നമ്മൾ കംപ്ലീറ്റ് ആക്കി. 4 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്ലാസ്സിൽ ആൻസർ എനി വൺ ഓഫ് ദി ക്വസ്റ്റ്യൻ 24, 25. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.